സെക്ഷൻ 4 സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ലീനിയർ ഓപ്പറേറ്റേഴ്സിനൊക്കെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്, എക്സാമ്പിൾ ഓഫ് എ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IN/CO01 ഡിഫൈൻ ചെയ്യാണ് നമ്മൾ AF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇൻ്റഗ്രൽ 0 to 1 K of Tx F of τ ഉണ്ട് T τ ആണ്. K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, രണ്ട് വേരിയബിൾസിൻ്റെ. ക്ലിയർലി A is a ലീനിയർ ആണ്. സോ നോം AF വിത്ത് റെസ്പെക്ട് ടു CO01 നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈസ് ലെസ് ദാൻ ആയിക്കോട്ടെ മാക്സിമം ഓഫ് മോഡ് എഫ് മാക്സിമം T ഇൻ്റഗ്രൽ 0 to 1 മോഡ് K ഓഫ് T τ ആൻഡ് T τ എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാലോ, മുന്നേ നമ്മൾ പഠിച്ചിരുന്നില്ല, P=1 ആണ്, P=∞ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ C01 ആണെന്നുണ്ടെന്നുണ്ടെങ്കിലുള്ള അപ്പത്തത് എഴുതിയതാണ്. ദെൻ നോം A ഈസ് ലെസ് ദാൻ ഈക്വൽ ടു മാക്സിമം ഓഫ് എ ഇൻ്റഗ്രൽ 0 to 1 മോഡ് K ഓഫ് T τ ആൻഡ് τ ആണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലെറ്റ് K ഓഫ് T യുടെ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് AB ആണ്. IN L2F AB ഡിഫൈൻ ഓപ്പറേറ്റർ A വീണ്ടും നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്, വേറെയാണ്. ഇവിടെ AF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K ഓഫ് T ഇൻറ്റു F ഓഫ് T ആണ്. ക്ലിയർലി A എന്താണ്, ലീനിയർ ആണ്, നമുക്ക് പറയാൻ പറ്റും. ദെൻ നോം AF നേരത്തെ മാതിരി തന്നെ ചെയ്യാണ്. ഇവിടെ നോം F ലെസ് ദാൻ ഈക്വൽ ടു എന്തായിരിക്കും, മാക്സിമം ഓഫ് എ മോഡ് K ഓഫ് T ആൻഡ് മോഡ് F ഓഫ് T ആയിരിക്കും. അപ്പം നോം A ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് എ മോഡ് K ഓഫ് T, ദാറ്റ്സ് ഈക്വൽ ടു M. നമുക്ക് ഷോ ചെയ്യേണ്ടത് എന്താണ്, ഇനി നോം A ഈക്വൽ ടു M ആണ് ഷോ ചെയ്യണം. സോ നമ്മൾ M എടുക്കുകയാണ്. M പറഞ്ഞിട്ട് മോഡ് A ഓഫ് T നോട്ടാണ് ഡിഫൈൻ ചെയ്യണം. X എന്നുള്ളൊരു സീക്വൻസ് ഡിഫൈൻ ചെയ്യുകയാണ്. ആ സീക്വൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T നോട്ട് ഇൻ്റർവെല്ലിൽ T0 - 1/n T0 + 1/n ഇടയിലാണെന്നുണ്ടെങ്കിൽ √n/2 ആയിരിക്കും XN ഓഫ് Tയുടെ വാല്യൂ, അല്ലാന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും. അങ്ങനെ നമ്മൾ XN ഓഫ് T ഡിഫൈൻ ചെയ്തല്ലോ. ഇനി അതിൻ്റെ നോം സ്ക്വയർ കാണാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റർവെൽ തന്നിട്ടുണ്ടല്ലോ, അതായത് ഇൻ്റഗ്രൽ T0 - 1/n ആൻഡ് T0 + 1/n മോഡ് XN ഓഫ് T ഹോൾ സ്ക്വയർ dt ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ T0 - 1/n T0 + 1/n n/2 dt, അതിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. അപ്പോൾ നോം A ഈക്വൽ ടു M ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോം XN² കിട്ടി. ഇനി നോം A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സുപ്രീമം ഓഫ് എ നോം A ഓഫ് X ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നോം ഇത് നോം X ഈക്വൽ ടു 1 ആകുമ്പോൾ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു നോം ഓഫ് A ഓഫ് X എന്നാണ്. ദെൻ നോം ഓഫ് AX² ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു നോം A ഓഫ് XN² ആണ്. നോം A ഓഫ് XN² എന്താ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നോം A² ഈക്വൽ ടു നോം A ഓഫ് T0² എന്ന് കിട്ടും. ആ ഇൻ്റർവെല്ലും ഇൻ്റഗ്രേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പം നോം A² ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു M² എന്ന് കിട്ടും. അതിൽ നിന്ന് നോം A ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു M എന്ന് കിട്ടും. ഹെൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, നോം A ഈക്വൽ ടു M എന്ന് കിട്ടും. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. അതാണ് സെക്കൻഡ് വൺ കഴിഞ്ഞ്. തേർഡ് വൺ പറഞ്ഞിട്ട് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഇൻ L2 ഡിഫൈൻ. ഷിഫ്റ്റ് ഓപ്പറേറ്ററാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. TX പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 A1 A2 AN ഫോർ X0 ബിലോങ് ടു L2 ആണ്. നോം TX പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ മുന്നേ പഠിച്ചിരുന്ന അതേ ഫോമിൽ തന്നെ ഓൾ ബ്രാക്കറ്റിനുള്ളിൽ സമ്മേഷൻ I1 to ∞ മോഡ് AI² ഓൾ റേസ് ടു 1/2 ഈക്വൽ ടു നോം X. അപ്പോൾ എന്തായിരിക്കും, നോം T ഈക്വൽ ടു 1 ആയിരിക്കും. ലെറ്റ് നെക്സ്റ്റ് ഫോർത്ത് എക്സാമ്പിളാണ്. ലെറ്റ് H be a സെപ്പറബിൾ HS ആൻഡ് ലെറ്റ് EI1 to be an ഓർത്തോ നോർമൽ ബേസിസ് ആണെന്നുണ്ടെങ്കിൽ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H നിന്നും Hലേക്കുള്ള ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ആണ്. X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Hയിലെ ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ Xനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഇതിൽ സമ്മേഷൻ ഇന്നർ പ്രൊഡക്റ്റ് XEJ × EJ എന്ന് എഴുതാൻ പറ്റും. AX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും, ഇപ്പോൾ സമ്മേഷൻ ഇന്നർ പ്രൊഡക്റ്റ് AX EI × EI. AX എന്താണ് നമ്മൾ തന്നിരിക്കണമല്ലോ, അത് ജെയുടെ ഫോമിൽ ഐയുടെ ഫോമിൽ എഴുതി, എന്നിട്ട് നമുക്ക് AX ഈക്വൽ ടു ആ എക്സിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നിരിക്കുന്ന ആ ഇന്നർ പ്രൊഡക്റ്റ് വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സമ്മേഷൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സിൻ്റെ ആ ഭാഗത്ത് നമ്മൾ എന്താണ് ഇതിട്ട് കൊടുക്കുകയാണ്, സമ്മേഷൻ ഇന്നർ പ്രൊഡക്റ്റ് XEJ അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനൊരു വാല്യൂ കിട്ടും. ഡബിൾ സമ്മേഷൻ ഇന്നർ പ്രൊഡക്റ്റ് XEJ ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് AEJ IJ EI എന്ന് കിട്ടും. അതിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് AIJ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് അതിൽ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നർ പ്രൊഡക്റ്റ് EIJ EI എന്ന് കിട്ടും. അത് നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ XI EI എന്നാണല്ലോ. അപ്പോൾ XI നമുക്ക് എന്താ എഴുതാൻ പറ്റും, ഇന്നർ പ്രൊഡക്റ്റ് XEI എന്നാണ്. Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ YI ആണല്ലോ. അപ്പോൾ YI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് YEI ആണ്.
അപ്പോൾ നമുക്ക് എന്താ കിട്ടും, ദെൻ y ഈക്വൽ ടു എ എക്സ് ആണ്. അതിന് നമുക്ക് ഡബിൾ സമ്മേഷൻ എ ഐ ജെ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ജെ ഇ ഐ എന്ന് എഴുതും. വൈ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ എ ഐ ജെ എക്സ് ജെ ആണ്. ഇതിന് നമ്മൾ ഈ ഫോമിൽ നിന്ന് നമ്മൾ റീനെയിം ചെയ്ത് കൊടുത്തതാണ്. ഇത്രയും 4 എണ്ണമാണ് എക്സാമ്പിൾ ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ. ഇത് പഠിച്ചിരിക്കണം.